ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന സമിതിയിലും തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ജില്ലാ കമ്മിറ്റികളിലുമൊക്കെ പാർട്ടി നേതാക്കൾക്കെതിരെ മുമ്പൊരിക്കലുമില്ലാത്ത വിധം രൂക്ഷ വിമർശനങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലിതാ കേന്ദ്ര കമ്മിറ്റി അംഗം എ.കെ. ബാലനെതിരെയും വിമർശനം. എ.കെ. ബാലന്റെ ചില പരാമർശങ്ങൾ പാർട്ടിയെ ജനങ്ങൾക്കിടയിൽ പരിഹാസ്യമാക്കിയെന്നാണ് വിമർശനം. പാലക്കാട് CPM ജില്ലാ കമ്മിറ്റിയിലാണ് ഈ വിമർശനമുയർന്നത്. ചിഹ്നം സംരക്ഷിക്കാൻ വോട്ട് പിടിക്കണമെന്ന പരാമർശം തെറ്റായിപ്പോയെന്നും പാർട്ടിയെ ജനങ്ങൾക്കിടയിൽ പരിഹാസ്യമാക്കിയുമെന്നുമാണ് അംഗങ്ങൾ വിമർശനമുയർത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഏറ്റവുമധികം ചർച്ചയായതായിരുന്നു എ.കെ. ബാലന്റെ മരപ്പട്ടി ഈനാമ്പേച്ചി പരാമർശം. തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം കാഴ്ചവെച്ച് പാർട്ടി ചിഹ്നം സംരക്ഷിക്കണമെന്നും ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈനാമ്പേച്ചി, നീരാളി, മരപ്പട്ടി പോലുള്ള ചിഹ്നങ്ങളാവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിക്കുകയെന്നുമായിരുന്നു എ.കെ. ബാലൻ പറഞ്ഞത്. എ.കെ. ബാലന്റെ ഈ പരാമർശം പിന്നീട് രാഷ്ട്രീയ എതിരാളികൾ CPMനെ പരിഹസിക്കാൻ ഉപയോഗിച്ചു. എ. വിജയരാഘവനെ പോലുള്ള പോളിറ്റ് ബ്യൂറോ അംഗത്തെ മത്സരിപ്പിച്ചിട്ടും സംഘടനാ പ്രവർത്തനത്തിലെ വീഴ്ചയാണ് പാലക്കാട് പാർട്ടി തോൽക്കാൻ കാരണമെന്നും യോഗം വിലയിരുത്തി. EP ജയരാജനെതിരെയും രൂക്ഷമായ വിമർശനമുയർന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് EP അനാവശ്യ വിവാദമുണ്ടാക്കിയത് തിരിച്ചടിയായെന്ന് അംഗങ്ങൾ വിമർശിച്ചു. നെല്ല് സംഭരണത്തിലെ പോരായ്മകളും സംഘടനാ പ്രവർത്തനത്തിലെ വീഴ്ചയുമാണ് PB അംഗത്തെ മത്സരിപ്പിച്ചിട്ടും പാലക്കാട് തോൽക്കാൻ കാരണമായതെന്നാണ് യോഗത്തിന്റെ വിലയിരുത്തൽ. നെല്ല് സംഭരിച്ചതിന്റെ തുക കൃത്യമായി കർഷകർക്ക് നൽകാൻ തയ്യാറായില്ല. ഇത് പാലക്കാട് പാർട്ടിക്ക് വലിയ അവമതിപ്പുണ്ടാക്കിയെന്നും നേതാക്കളിൽ ചിലർ യോഗത്തിൽ ഉന്നയിച്ചു. യോഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരെയും വിമർശനങ്ങളുണ്ടായി. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എറണാകുളം, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റികളിലും വിമർശനം ഉയർന്നിരുന്നു. മകൾക്കെതിരെ ആരോപണമുയർന്നപ്പോൾ മൗനം പാലിച്ചത് തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ മുഖ്യ കാരണമായെന്നായിരുന്നു അംഗങ്ങളുടെ കുറ്റപ്പെടുത്തൽ. മാസപ്പടി സംബന്ധിച്ച് വിശ്വസനീയ മറുപടിയും നൽകിയില്ല. മക്കൾക്കെതിരെ ആരോപണങ്ങളിൽ കോടിയേരിയുടെ മാതൃക പിണറായി പിന്തുടർന്നില്ലെന്നും എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുണ്ടായി. മക്കളുടെ ചെയ്തികളിൽ പാർട്ടിക്കും തനിക്കും പങ്കില്ലെന്നായിരുന്നു കോടിയേരി പറഞ്ഞിരുന്നത്. മുഖ്യമന്ത്രി ആ മാതൃക കാട്ടിയില്ലെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. മൈക്കിനോട് പോലും മുഖ്യമന്ത്രി അരിശം കാണിക്കുന്നുവെന്നായിരുന്നു പത്തനംതിട്ടയിലെ അംഗങ്ങളുടെ വിമർശനം. ബിഷപ്പ് ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസിനെതിരെ മുഖ്യമന്ത്രി നടത്തിയത് അതിരുവിട്ട വാക്കുകളെന്നും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും മാധ്യമങ്ങളോട് ഇടപെടുന്നത് ശരിയായ രീതിയിലല്ലെന്നും വിമർശനമായിരുന്നു. പത്തനംതിട്ടയിൽ 30,000-ത്തിലധികം ഉറച്ച ഇടതു വോട്ടുകളാണ് ചോർന്നത്. പാർട്ടി കത്ത് കൊടുത്തിട്ട് പോലും ഒന്നും നടക്കുന്നില്ലെന്നും മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർക്ക് ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ പുച്ഛമാണെന്നും നേതാക്കൾ യോഗത്തിൽ പറഞ്ഞു. പാർട്ടി അംഗങ്ങൾ ഇത്രയുമൊക്കെ തുറന്നടിച്ചിട്ടും നേതാക്കൾക്ക് ഇപ്പോഴും കുലുക്കമില്ല. പാർട്ടി അംഗങ്ങൾ പറഞ്ഞതിനപ്പുറം കാലങ്ങളായി ഇവിടെ മറിയക്കുട്ടി അമ്മച്ചിയെ പോലെ സാധാരണക്കാരായ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ പാർട്ടിക്ക് വോട്ട് ചെയ്തില്ല, അത്രയേ ഉള്ളൂ. കൂടുതൽ ഡെക്കറേഷനൊന്നും ഗോവിന്ദൻ മാഷ് ഉണ്ടാക്കേണ്ട. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ മിറർ. ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ 1 ഏവിയേഷൻ കോളേജ് എയർവിൻ അക്കാദമി. യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ, ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ. എയർവിൻ അക്കാദമി, കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, സുഹറ ആർക്കി, ആറാട്ട് റോഡ്, കണ്ണൂർ. ഫോൺ 8138034433.